അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ലപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 53 ഖിയാമത്ത് നാൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 6 ഹാഷിമി, മൂസ അലൈഹിസ്സലാം. അപ്പം അതിൽ നിന്നും ഒന്നാമത്തതിനോട് യോജിച്ചത് ഹാഷിമി എന്നാണ്. നബി തങ്ങളുടെ വംശം ഹാഷിമി. അപ്പം ഹാഷിമി എന്നെടുത്തെഴുതുക. രണ്ടാമത്തത്, മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ നബി തങ്ങളുടെ വയസ്സ്. അപ്പം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? 53. അപ്പം അവിടെ 53 എന്നെഴുതുക. ഇനി മൂന്നാമത്തത്, മാതാവ് മരിച്ചപ്പോൾ നബി തങ്ങളുടെ വയസ്സ്. അപ്പം നബിക്ക് എത്രാം വയസ്സ് ഉള്ളപ്പോഴാണ് നബിയുടെ ഉമ്മ മരണപ്പെട്ടത്? എത്രാമത്തെ വയസ്സാണ്? 6 എന്നാണ്. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ നിന്നും 6 എന്നെടുത്തെഴുതുക. നാലാമത്തത്, ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്നു. അപ്പം ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്നു. എന്താണ്? ഖിയാമത്ത് നാൾ. അപ്പം അവിടെ ഖിയാമത്ത് നാൾ എന്നെഴുതുക. ഇനി അടുത്തത് അഞ്ചാമത്തത്, എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബി. അപ്പോൾ എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബിയാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതവിടെ എഴുതി ചേർക്കുക. ആറാമത്തത്, തൗറാത്ത് ലഭിച്ച നബി അതാരാണ്? മൂസ അലൈഹിസ്സലാം. അപ്പോൾ അവിടെ മൂസ അലൈഹിസ്സലാം എന്നെഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമാക്കുക. 1, ആദ്യത്തെ നബി അതാരാണ്? ആദം അലൈഹിസ്സലാം. അപ്പോൾ അവിടെ ആദം അലൈഹിസ്സലാം എന്നെഴുതുക. രണ്ടാമത്തത്, ഇഞ്ചീൽ ലഭിച്ച നബി. ഇഞ്ചീൽ ലഭിച്ച നബിയാണ് ഈസ അലൈഹിസ്സലാം. അപ്പോൾ അവിടെ ഈസ അലൈഹിസ്സലാം എന്നെഴുതുക. അടുത്തത് മൂന്നാമത്തത്, ജീവികളിൽ ഉത്കൃഷ്ടർ. അപ്പോൾ ജീവികളിൽ ഉത്കൃഷ്ടരാണ് ആര്? മനുഷ്യർ. അപ്പോൾ അവിടെ മനുഷ്യർ എന്നെഴുതുക. അടുത്തത് 4, തീറ്റയും കുടിയുമില്ലാത്തവർ. അപ്പോൾ തീറ്റയും കുടിയും ഇല്ലാത്തവരാണ് ആര്? മലക്കുകൾ. അപ്പോൾ അവിടെ മലക്കുകൾ എന്നെഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ശരിയായ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നു ആർക്ക്? അപ്പോൾ ആർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്? ഉത്തരം, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ എഴുതി ചേർക്കുക. 2, നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത്? അപ്പോൾ നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ പറയേണ്ട വാക്കാണ് ഏത്? ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ എവിടെയാണ് ഖബർ അടക്കപ്പെട്ടത്? അപ്പം നബി തങ്ങളെ മദീനയിൽ എവിടെയാണ് ഖബർ അടക്കപ്പെട്ടത്? എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്ടിൽ. അപ്പം നബിയുടെ ഭാര്യ ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്ടിലാണ് നബിയെ ഖബറടക്കപ്പെട്ടത്. ഇനി നാലാമത്തത്, പ്രധാനികളായ 10
10 മലക്കുകളിൽ നിന്ന് 3 പേരെ എഴുതാം. അപ്പോൾ പ്രധാനികളായിട്ടുള്ള 10 മലക്കുകളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അവർ 3 മലക്കുകളുടെ പേര് എഴുതുക. ഒന്നാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം, 2 ഇസ്റാഫീൽ അലൈഹിസ്സലാം, 3 മുങ്കർ അലൈഹിസ്സലാം, 4 മീകായിൽ അലൈഹിസ്സലാം, 5 അസ്റായിൽ അലൈഹിസ്സലാം, 6 നക്കീർ അലൈഹിസ്സലാം, 7 റഖീബ് അലൈഹിസ്സലാം, 8 അതീദ് അലൈഹിസ്സലാം, 9 മാലിക് അലൈഹിസ്സലാം, 10 റിദ്വാൻ അലൈഹിസ്സലാം. അപ്പം ഈ മലക്കുകൾ ഇതെല്ലാം പ്രധാനികളായിട്ടുള്ള 10 മലക്കുകളാണ്. അപ്പം ഈ പ്രധാനികളായിട്ടുള്ള 10 മലക്കുകളിൽ നിന്നും 2 ആളെ പേര് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് ആരൊക്കെ എഴുതാം? ഇസ്റാഫീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെ 2 മലക്കുകളുടെ പേര് എഴുതാം. ഇനി 5ാമത്തെ ചോദ്യം, ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഉത്തരം, ജീവികളും കൃഷിയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഉത്തരം എഴുതാനുള്ളത് എന്താണ്? ജീവികളും കൃഷികളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് ജീവിക്കണമെങ്കിലും സസ്യങ്ങൾക്കും കൃഷിക്കും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം. ആ വെള്ളം ലഭിക്കണമെങ്കിൽ മഴ പെയ്യണം. അപ്പോൾ മഴയില്ലെങ്കിൽ വെള്ളം ഉണ്ടാവുകയില്ല. വെള്ളമില്ലെങ്കിൽ മനുഷ്യരും കൃഷിയും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അപ്പം അവിടെ ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നതിന് ഉത്തരമായിട്ട് ജീവികളും കൃഷിയും ഒന്നും ഉണ്ടാവില്ല എന്ന് എഴുതി ചേർക്കുക. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ ആര്? അപ്പം നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ ആരാണ്? അംബിയാ മുർസലുകൾ. അപ്പോൾ അവിടെ അംബിയാ മുർസലുകൾ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം അർത്ഥം എഴുതാം എന്നുള്ളതാണ്. അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ സ്തുതിയും അല്ലാഹുവിനാകുന്നു എന്നാണ് അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.